പാകിസ്ഥാന്റെ ഭീകരവാദം ലോകരാജ്യങ്ങൾക്ക് തന്നെ തലവേദനയാണ്. പാകിസ്ഥാന്റെ ഭീകരത ഇന്ത്യയിൽ വേരുറപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദശകങ്ങളായി ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകി വരുന്ന പിന്തുണയ്ക്കും പാകിസ്ഥാന്റെ പക്കലുള്ള ആണവശേഖരം നിർവീര്യമാക്കുന്നതിനും ഇന്ത്യയുടെ സഹായം തേടി അഫ്ഗാൻ പാർലമെന്റ് മുൻ അംഗം മറിയം സോളൈമാൻ ഗിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന്റെ നടപടികൾ തുറന്നു കാണിക്കാനും ആഗോള ഉപരോധങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്താനും ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. താലിബാൻ ഭരണകൂടത്തെ എതിർക്കുന്ന മറിയം നിലവിൽ US-ലെ ലോസ് ആഞ്ചൽസിൽ പ്രവാസത്തിലാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ പുതിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിലാണ് മറിയത്തിന്റെ പ്രതികരണം. പാകിസ്ഥാന്റെ ഭീകരവാദപരമായ ഭരണനയങ്ങൾ മൂലം ബാധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഇന്ത്യക്ക് ഇടപെടാമെന്ന് അവർ പറഞ്ഞു. അതേസമയം അഫ്ഗാനിസ്ഥാന് ഏകാധിപത്യ ഭരണരീതി അവർ വിമർശിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ എന്ന രാജ്യം വളരെയധികം ഭീഷണിയാണെന്നും അവർക്ക് ആണവായുധങ്ങൾ ഉണ്ടെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കേണ്ടതുണ്ട്. ഒസാമ ബിൻ ലാദനെ സംരക്ഷിക്കുകയും ഡസൻ കണക്കിന് ഭീകര സംഘടനകൾക്ക് രൂപം നൽകുകയും ഇത്തരം ദുഷിച്ച പ്രവർത്തികൾ ചെയ്തതായി നിരവധി തവണ സമ്മതിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിന് ആണവായുധങ്ങൾ നിലനിർത്താൻ എങ്ങനെയാണ് അനുവദിക്കാനാവുക? അവർക്ക് ഉപരോധം ഏർപ്പെടുത്തണം, അവരെ ഉടൻ തന്നെ ആണവ മുക്തരാക്കണം. ഇത് ചെയ്യാൻ ഇന്ത്യ ശക്തമാണെന്നാണ് മറിയം പറഞ്ഞത്. ഭീകരവാദത്തിന്റെ ഇരയാണെന്നുള്ള പാക് വാദങ്ങളെ വിമർശിച്ചുകൊണ്ട് മറിയം പാകിസ്ഥാന്റെ സൈനിക ഏകാധിപത്യത്തെയും റാവൽപിണ്ടിയിലെ ജനറൽമാരെയും വിമർശിച്ചു. യുദ്ധത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്നതായും അവർ അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാൻമേലുള്ള തിരശീല നീക്കം ചെയ്യപ്പെട്ടു. എല്ലാ ചിത്രങ്ങളും വ്യക്തമായി കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അവർക്ക് എന്താണ് ചെയ്യാൻ കഴിവുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഓൺലൈനിൽ ട്രോൾ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുക, മാധ്യമങ്ങളെ സ്വാധീനിക്കുക, വിജയിച്ചതായി നടക്കുക, സത്യമല്ലാത്ത വലിയ സംഖ്യകൾ കാണിക്കുക എന്നിവയാണ്. ആ രാജ്യത്ത് ജനാധിപത്യമില്ല. അതൊരു ഏകാധിപത്യ രാജ്യമാണ്, സൈനിക ഏകാധിപത്യമാണ്. അതെന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇപ്പോൾ ചില ആളുകൾ യുദ്ധത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്നു. ആ ആളുകൾ റാവൽപിണ്ടിയിലെ ജനറൽമാരാണെന്നും അവർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ താലിബാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. തലസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വളരെ അടുത്തുള്ള ഫൈസാബാദിലെ ആറ്റോമിക് സൈനിക കേന്ദ്രങ്ങളിൽ ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ചും അഫ്ഗാനിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. നൌഷേര, ജംറൂദ് സൈനിക കോളനി, അബോട്ടാബാദ് എന്നിവിടങ്ങളിലെ സൈനിക കൺട്രോൾമെന്റ് റൂമുകളും ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ ഖസാബ് ഹഗിന് പ്രതികരണമായിട്ടാണ് താലിബാൻ പ്രത്യാക്രമണം നടത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ കാബൂൾ, കാണ്ഡഹാർ, പക്തിയ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ താലിബാന്റെ 130-ലധികം സൈനികർ കൊല്ലപ്പെട്ടതായി അറിയിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്ലാമാബാദിലെ ഫൈസാബാദിനടുത്തുള്ള ഒരു ക്യാമ്പ്, നൌഷേരയിലെ സൈനിക കൺട്രോൾമെന്റ്, ജംറൂദ് സൈനിക കോളനി, അബോട്ടാബാദിലെ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ വ്യോമസേന ഏകോപിത ആക്രമണം നടത്തിയെന്നായിരുന്നു അഫ്ഗാൻ താലിബാന്റെ ദേശീയ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.